ഹലോ മാതിൽ, സുഖമായിട്ടിരിക്കുന്നതാ. എന്താടാ ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങിയ? കപ്പുകൾ വേൾഡ് കപ്പ് കണ്ടെന്ന് ശേഷം ഫുട്ബോൾ ഒരു പ്രത്യേക ഹരവാണ്. വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമ്മുടെ കോണിഷ് ബാച്ച് കുറച്ചേരം കളിക്കാൻ പോകും. നീ കളി കാണാൻ ഖത്തറിൽ പോയോ? ഫൈനൽ ത്രില്ലിംഗ് ആയിരുന്നു. ഞാനിവിടെ ഡിസ്പ്ലേയിലാണ് കണ്ടത്. സൂപ്പർ ഫൈനലായിരുന്നു കേട്ടോ. എന്തായാലും എനിക്കവിടെ ഭാഗ്യം ഉണ്ടായി കാണാനായിട്ട്. 35 കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ മെസ്സിയുടെ ചുറുചുറുക്കുണ്ടല്ലോ. പിന്നെ വേറൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ കാണാം. സെല്ലിനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ. ജീവിതത്തിൽ ഇന്ന് വരെ പങ്ക്ച്വാലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ അപ്പൻ അറിയത്തില്ല. മോളെ, അമ്മ അമ്മയുടെ കുറ്റം പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കും. ഓ നീ അങ്ങോട്ട് പോയി പറ. നീ അല്ലെങ്കിൽ നിന്റെ അപ്പന്റെ മോനാണല്ലോ. എന്റെ മോളെ ഉള്ളൂ എനിക്ക് എപ്പോഴും. നിങ്ങൾ റെഡി ആയിരുന്നോ? നിങ്ങൾ കാറോട്ട് കയറിയിരിക്കേ, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരും. നിർത്തടാ, നീ വരുന്നുണ്ടോ? നീ എന്താ ഇത്ര വീർത്ത് കെട്ടിയിരിക്കുന്നത്? ആ സെമിനാർ കേക്ക് മേടിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ പറഞ്ഞത് നാട്ടുകാർക്കും കേക്ക് വാങ്ങിച്ചു കൊടുക്കാനേ എന്റെ ഈ പൂത്ത കാശൊന്നുമില്ല. സെമിൻ നാട്ടുകാരനൊന്നുമല്ല, അവൻ എന്റെ അനിയനാ. സ്വന്തം ഒന്നുമല്ലല്ലോ. നിങ്ങളൊരു മനുഷ്യനാണോ? ചിറ്റപ്പന്റെ മകൻ എന്ന് പറയുന്നത് എന്റെ അനിയനല്ലേ? ഞങ്ങൾ ചെറിയ കുടുംബക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം, അല്ല നിങ്ങളെ പോലെ ഒന്നും അല്ല. നിന്റെ താളത്തുള്ളാൻ വേണ്ടിട്ടേ എന്റെ ഈ പൂത്ത കാശൊന്നുമില്ല. അല്ല എനിക്ക് ലേബർ ക്യാപിറ്റലുമാരെ പണ്ടേ ഇഷ്ടമല്ല. പിന്നെ നിനക്ക് അവൻ കേക്കോ മറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. നിന്റെ അപ്പം ചിറയും കടത്തി ബക്കറ്റ് പോയി പറ. തൊട്ടതിന് പിടിച്ചതിന് എന്റെ അപ്പനെ പറഞ്ഞുണ്ടല്ലോ എന്റെ വിധം മാറും. ഞാൻ നല്ല അന്തസ്സായി ജോലി എടുക്കുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഹലോ. ഹലോ ഇച്ചായ, എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്, എന്നെ വിളിക്കാഞ്ഞേ? എടി എനിക്ക് ഓവർ ടൈം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിച്ചതേ ഉള്ളൂ. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചില്ലടി, കുപ്പൂസ് ഉണ്ട്, ഇന്നലത്തെ പരിപ്പറി ഉണ്ട്. ജോപ്പു എന്തി, അവൻ വല്ലതും കഴിച്ചോ? ദേ അവൻ ഇവിടെ ഉണ്ട്. ജോപ്പു, ദേ ചാച്ചൻ വിളിക്കുന്നു, വന്നേ. ഹലോ പറ. ഹലോ, ഇങ്ങോട്ട് കയറി വാ, പറ. ചാച്ചൻ കാണട്ടെ കൊച്ചിനെ. ആ സുഖമാണോ എന്ന് ചോദിച്ച ചാച്ചനെ. ആഹാ, കഴിച്ചോന്ന്? ചോറുണ്ടെന്ന് പറ. ഞങ്ങള് ചോറുണ്ട്, പിന്നെ പറമ്പിലെ കോവയ്ക്ക പറിച്ച് ഞാൻ തോരൻ ഉണ്ടാക്കിയായിരുന്നു, പിന്നെ മോരും ഉണ്ടായിരുന്നു. ചായ, നാളെ ക്രിസ്മസ് ആണ്. ജോപ്പു ആണെ കേക്ക് വാങ്ങുന്നില്ല അമ്മയെന്ന് 3-4 തവണ ചോദിച്ചായിരുന്നു. എന്റെ കയ്യിലാണെ 5 പൈസ ഇല്ല. ഇന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോ ഇച്ചിരി ഇറച്ചി വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാ ചെയ്യുക? എനിക്ക് ഇതുവരെ ശമ്പളം കിട്ടിയില്ല. ഇപ്പൊ 4 മാസമായി. കഴിഞ്ഞ മാസം നിനക്ക് 5000 രൂപ അയച്ചു തന്നാ ബിജുവിനോട് കടവ് മേടിച്ച. ക്രിസ്മസിന് നിങ്ങൾക്ക് എന്തേലും തരണമെന്നുണ്ടായിരുന്നു, എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. സാരമില്ല ചേച്ചൻ വിഷമിക്കാതെ, ദൈവം നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും. എല്ലാ ദിവസവും ഞാൻ പാറ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇച്ചാൻ കിടന്നു, ഞാൻ നാളെ ആരോടെങ്കിലും കേക്ക് വാങ്ങാനുള്ള കാശ് കടം ചോദിക്കാം. കിട്ടാനുള്ള ശമ്പളമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കടമൊക്കെ വീട്ടാലോ. കാലത്തൊഴുത്തി പറഞ്ഞ ഉണ്ണി നമ്മേക്കാ ദരിദ്രനായിരുന്നു ചായ. ഈശോ പറഞ്ഞത് നമ്മെ രക്ഷിക്കാനല്ലേ, നമുക്ക് വിശ്വസിക്കാം. ഈശോയുടെ ദൂതന്മാര് നമ്മുടെ കാര്യം നോക്കിക്കോളും. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ വിളിക്കാം.
ഡാ ബിജു സെബിനെ എണീറ്റേ ബിജു എടാ നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സെലിൻ ചേച്ചി തന്നു കേട്ടോ. സെലിൻ ചേച്ചി ആ ചേട്ടൻ അല്പം ഉടക്കമല്ലേ, അതുകൊണ്ട് ചേച്ചി എൻ്റെ തന്നു വിട്ടായിരുന്നു. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ ചേച്ചിക്ക്. അതിനകത്തൊരു ക്രിസ്മസ് കേക്കും വെച്ചിട്ടുണ്ട്. നാളെ ക്രിസ്മസ് അല്ലേ. അതുപോലെ തന്നെ ചേച്ചി ഒരു കവറും തന്നിട്ടുണ്ട്. ഞാൻ ചേച്ചിയോട് പറഞ്ഞായിരുന്നു നിനക്ക് 3-4 മാസമായി ശമ്പളം കിട്ടിയിട്ട്. സാരമില്ല, ഇതിനകത്ത് കുറച്ച് പൈസ നേഴ്സിംഗ് അയച്ചു കൊടുക്കും. നീ കരയാതെ നമ്മളുടെ ഓരോ സന്ദർഭങ്ങളിലും ദൈവം നമുക്കൊരു ദൂതരായിരിക്കും. ഇന്ന് നിനക്ക് വേണ്ടി അയച്ചതെന്ന് ആ ദൂതനാണ്. നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. റെഡിയാ, നമുക്ക് മുസഫ പള്ളി പോകാം. ഇന്ന് സിറമലബാർ കുർബാനയുണ്ട്. മോളെ, എന്നാണ്ട് വിശേഷം? മാർട്ടിൻ എങ്ങനെയുണ്ട്? നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നോ? ആ അമ്മേ, മാർട്ടിൻ സുഖമായിട്ടിരിക്കുന്നു. ക്ഷീണമുണ്ട്. കാലിൽ പ്ലാസ്റ്റർ എടുത്തിട്ടില്ല. വേദനയൊന്നുമില്ല. മാർട്ടിൻ പുറത്തിരിപ്പുണ്ട്. നമ്മുടെ സെബിനില്ലേ, അവൻ വന്നിട്ടുണ്ട്. അവര് രണ്ടുപേരും കൂടെ വലിയ വർത്താനമാണ്. എടി, അവന് സെബിനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? മാറിയമ്മേ. അവന്റെ ക്യാമ്പിന്റെ അടുത്ത് വെച്ചല്ലായിരുന്നോ മാർട്ടിന് അപകടം ഉണ്ടായത്? ആ സമയം മുതൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വരുന്നത് വരെ അവൻ മാർട്ടിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ദൈവാനുഗ്രഹം. മനുഷ്യനെ രക്ഷിക്കാൻ കാലിത്തൊഴുത്തിൽ നിന്ന് മിശില വന്ന പോലെയല്ലേ ലേബർ ക്യാമ്പിൽ നിന്ന് സെബിൻ ഓടിയെത്തിയത്. എന്തിയെ? എന്നിട്ട് മാർട്ടിൻ എന്തിയെ? അമ്മയെ വിളിക്കുന്നത് നിങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാൻ. ആ, എന്തുകൊണ്ട് മോനെ? കുഴപ്പമൊന്നുമില്ല അമ്മേ, സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സെബിൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ജോലിയും കൂലിയില്ലാത്തവനൊക്കെ ഞാൻ അവനെ കളിയാക്കി. അവന് ജോലി ശമ്പളം ഇല്ലായിരുന്നുകൊണ്ട് എനിക്ക് ആപത്ത് വന്നപ്പോ അവൻ എന്റെ കൂടെ നിന്നു. അല്ലെങ്കിൽ നമ്മുടെ സെലിന് അവധി എടുക്കേണ്ടി വന്നേനെ. എന്റെ പൊന്നിയേട്ടാ, ഇങ്ങനൊന്നും പറയാതെ. ഞാൻ എന്റെ കടമ ചെയ്തു. ഇവനെ ഒരുപാട് വെറുത്തിട്ടുണ്ട്, സംശയിച്ചിട്ടുണ്ട്, രോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരെന്നെ. പിന്നെ വിളിക്കാം കേട്ടോ. ചേച്ചിയുടെ പ്രാർത്ഥനയും പുണ്യ പ്രവൃത്തികളും അതൊക്കെയാണ് ചേട്ടായി രക്ഷിച്ചത്. ചേട്ടായി അറിയാതെ സെലിൻ ചേച്ചി എനിക്ക് കൊടുത്തുവിട്ട രുചികരമായ ഭക്ഷണങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ക്രിസ്മസ് തലേന്ന് ഒന്നും കഴിക്കാനില്ലാതെ വിശന്ന് തളർന്നുറങ്ങി എനിക്ക് ചേച്ചി കൊടുത്തുവിട്ട ഭക്ഷണങ്ങൾ പുതുജീവൻ നൽകിയ പോലെയായിരുന്നു. കാലത്തൊഴുത്ത് ശ്രദ്ധിക്കാനുള്ളത് ചേട്ടായി. ഉണ്ണീശോ ജനിച്ചപ്പോൾ അത് മഹത്തരമായ ഒരു സ്ഥലമായി മാറി. മുകളിൽ നക്ഷത്ര ശോഭ, മാലാഖമാരുടെ സംഗീതം, രാജാക്കന്മാരും ജ്ഞാനികളും ഇടയന്മാരുമൊക്കെ ഒഴുകി